യേശുവാണ് ഈ തിരുവചനം നമ്മോട് പറഞ്ഞത്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശുവിൽ കണ്ട ഏറ്റവും വലിയ സുഹൃതം പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. പ്രാർത്ഥന ഒരു ബന്ധമാണ്, അത്യുന്നതനായ ദൈവവുമായുള്ള ബന്ധം, സർവശക്തനായ ദൈവവുമായുള്ള ബന്ധം. ഈ ബന്ധം പിശാചിന് കലിപ്പുണ്ടാക്കുന്നതാണ്. നീ ആരോടെങ്കിലൊക്കെ ബന്ധം കൂടിക്കുക, പക്ഷേ ദൈവത്തോട് ബന്ധം കൂടാൻ പാടില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കാൻ പിശാച് എല്ലാ കുതന്ത്രങ്ങളും അവൻ ഓരോ വ്യക്തികളിലും ഒരുക്കും. പ്രാർത്ഥനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാഴ്ചകൾ, സംസാരങ്ങൾ, സൗഹൃദങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, അഡിക്ഷൻസ്, ലഹരി വസ്തുക്കളോടുള്ള കാര്യങ്ങൾ, പ്രേമം, ഇങ്ങനെ ഒട്ടനവധി വ്യക്തികളെ ഈ ദൈവവുമായുള്ള ബന്ധത്തിന് പിടിച്ചു വലിച്ചു മാറ്റി കൊണ്ടുപോകുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആനന്ദ നിമിഷമാണ്. ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല. എവിടെ പ്രാർത്ഥന അവസാനിക്കുന്നുവോ അവിടെ പാപം തലപൊക്കുന്നു. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ സാധിക്കുന്നില്ല, പ്രചോദനങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം. ഓർക്കണേ, പ്രാർത്ഥന ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ വ്യക്തിയാക്കി മാറ്റും. നമുക്കും ഇതുപോലെ ഒരു ജീവിതത്തിന്റെ ഒരു അസാധാരണമായ വ്യക്തിത്വത്തിന്റെ, അസാധാരണമായ വിജയത്തിന്റെ, അസാധാരണമായ സമാധാനത്തിന്റെ ഒരു വ്യക്തിയായി മാറേണ്ടേ, തീർച്ചയായും മാറണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഒരു സെക്കൻഡ് പോലും സമ്മതിക്കാത്ത ചില വ്യക്തികളുണ്ട്. ഓർക്കണേ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പിശാചിന്റെ കണ്ണിലെ കരടാണ്. അവൻ എല്ലാ കുതന്ത്രങ്ങളും ഒപ്പിക്കും. അതുകൊണ്ട് മക്കളെ, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം, പ്രാർത്ഥിക്കാൻ ഒരു സമയം, പ്രാർത്ഥിക്കുവാൻ ഒരു നിമിഷം നീ കണ്ടെത്തണം. അതിന് എളുപ്പമാണ് ഈ തിരുവചനമെന്ന് മനസ്സിൽ ഓർക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യാൻ കാത്തിരിക്കുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ധാരാളം മക്കൾ ഓരോ ദിവസവും നമ്മുടെ പ്രയർ ലൈനിൽ വർദ്ധിച്ചു വരുന്നതിനോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്. നിങ്ങളൊക്കെ കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളായി തീരുകയാണ്. നിങ്ങളിലൂടെയാണ് ഇത് വളരുന്നത്, നമ്മിലൂടെയാണ് വളരുന്നത്. ആരൊക്കെ ഇതിനു വേണ്ടി സമയം കൊടുത്ത് ഇത് ഷെയർ ചെയ്യാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടോ അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. തീർച്ചയായിട്ടും ഒരു സംഘം ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ജെറുസലേം വചന കൂടാരത്തിലെ പ്രേക്ഷിതരും ശുശ്രൂഷകരും ഈ പ്രയർ ലൈനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്.